ഈ മാസം 18-നാണ് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിലേറെ ശ്രദ്ധ നേടുന്ന രണ്ട് സംസ്ഥാനങ്ങളായി മധ്യപ്രദേശും ജാർഖണ്ഡും മാറിയിരിക്കുകയാണ്. അതിന്റെ കാരണം ബി.ജെ.പിയുടെ കുടില നീക്കങ്ങൾ തന്നെ. മധ്യപ്രദേശിൽ ബി.ജെ.പിയും ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യവുമാണ് ഭരിക്കുന്നത്. 230 അംഗങ്ങളുള്ള മധ്യപ്രദേശിൽ ഒഴിവ് വന്ന 3 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് മത്സരം. ബി.ജെ.പിക്ക് 118ഉം കോൺഗ്രസിന് 62 അംഗങ്ങളാണുള്ളത്. ഒരു രാജ്യസഭാംഗത്തെ ജയിപ്പിക്കാൻ അവിടെ 58 വോട്ടുകൾ വേണം. നിലവിലെ സാഹചര്യത്തിൽ ബി.ജെ.പിക്ക് 2ഉം കോൺഗ്രസിന് 1 സീറ്റുകൾ ജയിക്കാം. കോൺഗ്രസ് തങ്ങൾക്ക് ഉറപ്പുള്ള സീറ്റിലേക്ക് മുൻ എം.പി കൂടിയായ മുതിർന്ന നേതാവ് മീനാക്ഷി നടരാജനെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബി.ജെ.പി ആദ്യം ഉറപ്പായ 2 സീറ്റുകളിലേക്കാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതെങ്കിൽ പിന്നീട് ഉറപ്പില്ലാത്ത 3ാമത്തെ സീറ്റിലും മത്സരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കോൺഗ്രസിനെ ഞെട്ടിച്ച് സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചു. അത് കോൺഗ്രസിന്റെ എം.എൽ.എമാരെ ഒപ്പം കൂട്ടാമെന്ന് മനസ്സിൽ കണ്ടാണെന്ന ഉറപ്പ്. മുൻപ് പല സംസ്ഥാനങ്ങളിലും പയറ്റി വിജയിച്ച ചാക്കിട്ടുപിടുത്തം ഇവിടെയും നടത്താനാണ് നീക്കം. ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ 58 വോട്ടുകളാണ് വേണ്ടത്. ബി.ജെ.പിക്ക് 2 സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ 48 വോട്ടുകൾ ബാക്കിയുണ്ട്. 3ാമത്തെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ 10 വോട്ടുകൾ കൂടി വേണം. 62 അംഗങ്ങളുള്ള കോൺഗ്രസിന് 3ാമത്തെ സീറ്റിൽ ജയം ഉറപ്പാണ്. പക്ഷേ അംഗങ്ങളാരും ക്രോസ് വോട്ട് ചെയ്യരുത്. എന്നാൽ അതാണ് ബി.ജെ.പി ലക്ഷ്യമിടുന്നത്. ഇത് മുന്നിൽ കണ്ട് നിർണായക നീക്കമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നടത്തിയിരിക്കുന്നത്. എം.എൽ.എമാരെ തെരഞ്ഞെടുപ്പ് വരെ കോൺഗ്രസ് ഭരണത്തിലുള്ള കർണാടകയിലും തെലങ്കാനയിലേക്കും മാറ്റാനാണ് നീക്കം. ഇക്കഴിഞ്ഞ ദിവസം എം.എൽ.എമാരുടെ യോഗം വിളിച്ച് ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുമുണ്ട്. മീനാക്ഷി നടരാജന്റെ വിജയം ഉറപ്പാക്കേണ്ടത് ഹൈക്കമാൻഡിനും അനിവാര്യമാണ്. കാരണം ബി.ജെ.പി രാജ്യസഭയിൽ തങ്ങളുടെ അംഗബലം വർദ്ധിപ്പിച്ച് 3/2 ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ്. എങ്കിൽ മാത്രമേ ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്ന പല ഭരണഘടനാ ഭേദഗതി ബില്ലുകളും പാർലമെന്റിൽ പാസ്സാക്കിയെടുക്കാൻ സാധിക്കൂ. ജാർഖണ്ഡിലും ബി.ജെ.പി സമാനമായ അട്ടിമറിയാണ് ലക്ഷ്യമിടുന്നത്. 81 അംഗസഭയിൽ 2 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ 28 വോട്ടുകൾ വേണം. 56 അംഗങ്ങളുള്ള ഇന്ത്യ സഖ്യത്തിന് 2 സീറ്റുകളും വിജയിക്കാം. എന്നാൽ 24 അംഗങ്ങളുള്ള എൻ.ഡി.എയും സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിലെ അതൃപ്തി മുതലെടുത്ത ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനാണ് മോദിയും അമിത്ഷായും കണക്കുകൂട്ടുന്നത്. ഇവിടെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് കോൺഗ്രസും ജെ.എമ്മും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇരു പാർട്ടികളും ചർച്ച ചെയ്ത് ആ പ്രശ്നങ്ങളൊക്കെയും പരിഹരിച്ചിട്ടുമുണ്ട്. ഇവിടെയുള്ള 16 എം.എൽ.എമാരെയും സംസ്ഥാനത്തിന് പുറത്തേക്ക് മാറ്റാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. വോട്ടെടുപ്പ് ദിനത്തിലാകും ഇവരെ തിരികെ എത്തിക്കുക. എന്തായാലും കോൺഗ്രസ് ഇത്തവണ വളരെ കരുതലോടെ തന്നെയാണ് ബി.ജെ.പിയുടെ ഈ നീക്കങ്ങളെ നേരിടുന്നത്.